മക്കളെ ഇത് കണ്ടോ, ഇതാണ് ആപ്പിള്. കണ്ടോ, നല്ല കളറിലും നല്ല വലിപ്പത്തിലും നമ്മുടെ മാംഗോ മെഡോസിലുണ്ടായ ആപ്പിള് കണ്ടോ. ഇതിങ്ങനെ കഴിക്കാൻ, ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കടിച്ച് തിന്നാൻ തോന്നും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ആപ്പിളിൻ്റെ ആ രൂപസാദൃശ്യവും അതിൻ്റെ വലിപ്പവും മാത്രമേ ഉള്ളൂ. ഇത് ഒരു ചാമ്പങ്ങയാണ് കേട്ടോ. ഈ ചാമ്പങ്ങയുടെ പേര് മലയൻ ചാമ്പ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വലിപ്പം കണ്ടോ, എൻ്റെ ഇതല്ല, ഇതൊക്കെ കുറച്ചും കൂടി ചെറുതാണ്. ഇത്രത്തോളം വലിപ്പം വയ്ക്കും, കറക്റ്റ് ആപ്പിളിൻ്റെ വലിപ്പം വയ്ക്കും. ഇതെല്ലാം ആ ഒരു മലയൻ ചാമ്പയുടെ ഇനത്തിൽ വരുന്നതാണ്. ഇതിനകത്ത് ഇത് കഴിക്കാനാണെങ്കിലും ചെറിയൊരു പുളിയും മധുരവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അകത്ത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഭാഗമാണ്. അതിനകത്ത് നല്ല ജ്യൂസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തണുപ്പ് കാലത്ത് ദാഹം അകറ്റാനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല കിടില സാധനമാണ് കേട്ടോ. ചാമ്പങ്ങ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലേ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയാണ് നമുക്ക് ചാമ്പങ്ങ എന്ന് പറയുന്നത്. ഇതല്ല, നമ്മൾ ഈ ചാമ്പങ്ങയൊക്കെ ഇപ്പോഴാണ് കാണുന്നത്, നമ്മുടെ നാടൻ ചാമ്പങ്ങ. ആ ചാമ്പങ്ങ തല്ലി പറിച്ചിട്ട് നല്ല ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിച്ചു, അല്ലാതെ കൂട്ടുകാർ കൂടി കഥകൾ പറഞ്ഞുമൊക്കെ കഴിച്ച് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലേ. അപ്പം അതുപോലെ ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്കിവിടെ. മലയൻ ചാമ്പ, അതേപോലെ തന്നെ ചുവന്ന ആപ്പിൾ ചാമ്പ, വയലറ്റ് ചാമ്പ, അങ്ങനെ പല വെറൈറ്റി ചാമ്പകളുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരു വലിയ മരമാണ് കേട്ടോ. നമുക്കിത് കാണുമ്പോൾ ഒരു ചാമ്പയുടെ മരമാണെന്നൊന്നും തോന്നില്ല. ഇതൊരു നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഒരു തേക്കും തടിയൊക്കെ നിൽക്കുന്നത് പോലെ തോന്നും. അത്രയും വലിപ്പത്തിൽ ഇങ്ങനെ ദൂരത്തെ ഒറ്റ തടിയായിട്ടാണ് വളരുന്നത്. ഇതിങ്ങനെ ഒരു നിത്യഹരിത വൃക്ഷമായിട്ട് നിൽക്കുന്നതാണ്. നല്ല ഹൈറ്റ് വയ്ക്കും, ഒരു 15, 18, 20 മീറ്റർ വരെയൊക്കെ ഇതങ്ങ് ഹൈറ്റ് വെച്ച് പോകും. അപ്പോൾ ഇതിൻ്റെ തടിയേലാണ് ഈ കായ് ഇങ്ങനെ ഉണ്ടാകുന്നത്. നമ്മൾ ചാമ്പങ്ങ ഉണ്ടാകുന്ന പോലെ നല്ല മറ്റേ തണ്ട് പോലെ ഉണ്ടാവില്ല. അത് ഇത്ര ചെറിയ തണ്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ പിടിക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനെ കുഞ്ഞു തണ്ടായിരിക്കും. തണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. കാരണം ഇത്രയും വെയിറ്റ് ഉള്ളൊരു സാധനം പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ തണ്ടിന് വെയിറ്റ് കട്ടി വേണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ചാമ്പങ്ങയാണ്. പക്ഷേ ഇത് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, നേരത്തെ ഞങ്ങൾ പറിച്ചിട്ട് കുറേ എണ്ണം കഴിച്ചു നോക്കി. അപ്പോൾ ഈ ഒരു പുളി മധുരം, ഇതിനകത്തൊരു സീഡുണ്ട്, അത് അത്യാവശ്യം വലിയ സീഡാണ്. അപ്പോൾ ഇത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനോ അതിൻ്റെ ആ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഭാഗം ജാം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് അറിയപ്പെടുന്ന മലയൻ ചാമ്പായ എന്നാണ്. അപ്പോൾ മലയൻ ചാമ്പ എന്നറിയപ്പെടാനുള്ളൊരു കാരണം മലേഷ്യൻ, അതേപോലെ തന്നെ ഇന്തോനേഷ്യയിലൊക്കെയാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മലയൻ ചാമ്പ എന്ന് പറയുന്നത്. അപ്പോൾ കാട്ടുചാമ്പ എന്നും ചില സ്ഥലത്ത് ഇതിനെ പറയുന്നുണ്ട്. നമുക്ക് ഈ മലയൻ ചാമ്പയുടെ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. കാരണം ഇതിന് പറയുകയാണെങ്കിൽ ഇത് വെള്ള കളറാണ്. മലയൻ ചാമ്പയുടെ വെള്ള കളർ ചാമ്പങ്ങയാണ്. ഇത് മൂത്ത് കഴിഞ്ഞാലും ഈ കളറിലിരിക്കും. പിന്നെയുള്ളത് മലയൻ ചാമ്പയുടെ റോസ് കളർ വരുന്നുണ്ട്. മലയൻ ചാമ്പയുടെ പച്ച കളറുണ്ട്, അതുപോലെ തന്നെ ചുവപ്പ് കളറുണ്ട്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് വെള്ളയും ചുവപ്പുമാണ്. അപ്പോൾ ഇവിടെ ഈ വരിയിൽ നിൽക്കുന്നതൊക്കെ ഓരോ വെറൈറ്റിയാണ്. ഇതുണ്ട്, മലയൻ ചാമ്പ വെള്ളയുണ്ട്, അപ്പുറത്ത് മലയൻ ചാമ്പ റോസ്. അപ്പോൾ അത് നല്ല ഹൈറ്റിലാണ്, നമുക്ക് പറിക്കാൻ നോക്കിയിട്ട് എത്തുന്നില്ലായിരുന്നു. ഗോവണിയൊക്കെ വെച്ചിട്ട് വേണം കയറാനായിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് മലയൻ ചാമ്പ പച്ചയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ചുവപ്പുണ്ട്. അങ്ങനെ ഈ ലെയറിൽ മൊത്തം ഇങ്ങനെ ആ മലയൻ ചാമ്പയുടെ തന്നെ പല വെറൈറ്റിയാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഒരു ചാമ്പയ്ക്ക് തന്നെ, ഈ ഒരു മലയൻ ചാമ്പ എന്നുള്ള പേരിൽ തന്നെ എത്ര വെറൈറ്റി ആണുള്ളത് അല്ലേ. അതിൻ്റെ വെള്ള, റോസ്, ചുവപ്പ്, പച്ച, അങ്ങനെ പല വെറൈറ്റി. ഞാനിപ്പം എടുത്തതിലും എനിക്ക് ഈ വെള്ളച്ചാമ്പയിലാണ് ഇത്രയും വലിപ്പത്തിൽ കറക്റ്റ് ഒരു ആപ്പിളിൻ്റെ ഷേപ്പിൽ ഈ ഒരു പോർഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പേരയ്ക്കയുടെ ഷേപ്പ് അങ്ങനെയൊക്കെ തോന്നുന്ന ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ചാമ്പങ്ങ എനിക്ക് കിട്ടിയത് വെള്ളച്ചാമ്പയെന്നാണ്. പക്ഷേ അതിലൊക്കെ ഉണ്ട് മേളിലോട്ട്. പക്ഷേ ഏറ്റവും വലിപ്പം തോന്നിയത് ഈ ഒരു വെള്ളച്ചാമ്പയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല ചൂട് സമയമല്ലേ, നമുക്ക് ഈ ചൂട് സമയത്ത് നമ്മൾ ഈ ഒരു ഒറ്റ ചാമ്പങ്ങ കഴിച്ചാൽ മതി. നമ്മുടെ ആ ഒരു വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. കാരണം ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാമ്പങ്ങ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ദാഹം ശമിപ്പിക്കാനും, അതേപോലെ തന്നെ ഇതിനകത്ത് വിറ്റാമിൻ എ, വിറ്റാമിൻ സി എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ തൊലിക്കും അതേപോലെ തന്നെ ഇലയ്ക്കും ഒക്കെ ആയുർവേദ ഗുണങ്ങൾ, ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഗോത്രവർഗ്ഗക്കാർ, ഇന്തോനേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെയുള്ള ഗോത്രവർഗ്ഗക്കാർ അവിടുത്തെ മരുന്നായിട്ട് അവർ തൊലി കഷായം വെച്ച് ഉപയോഗിക്കുക, ഇല തിളപ്പിച്ച് ഉപയോഗിക്കുക, സ്കിൻ പരമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ആപ്പിൾ പോലെ ഇരിക്കുന്ന ഒരു ചാമ്പങ്ങയാണ് കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്നെപ്പോലെ ഒരു സാധാരണ ആൾക്ക് വിശപ്പ് മാറും. അപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഒരെണ്ണം കഴിച്ചാൽ മാറില്ല. എന്നാലും നമുക്ക് നല്ലൊരു വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ ഒരു ചെറിയ ശമനം കിട്ടാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.